ഈശോയുടെ ജന്മദിനം എല്ലാവർക്കും അത് ഒരു സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ സദ്വാർത്തയാണ്. ഇനി ഈശോ എല്ലായ്പ്പോഴും വളരെ എളിമയുടെ പ്രതീകമായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വരുന്നത്. അതുകൊണ്ടാണല്ലോ ഈശോനാഥൻ ദൈവപുത്രനാണ്. പക്ഷെ ജനിക്കുന്നതോ നസ്രത്തിലെ ഒരു ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ. അത് നമ്മളെല്ലാവരെയും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് ഒരു കാലിത്തൊഴുത്തിൽ. ആ എളിമയുടെ തെളിമയാണ് ക്രിസ്മസ്. അത് ഇന്ന് നാനാജാത മധ്യസ്ഥർ അത് ഏറ്റെടുത്തു കഴിഞ്ഞു. ഈ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തികളിലും ഈശോ ജനിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടാണല്ലോ ഇമ്മാനുവേൽ എന്നാണ് യേശുവിൻ്റെ പേര്. അവൻ ഇമ്മാനുവേൽ എന്നറിയപ്പെടും. ഇമ്മാനുവേൽ എന്ന അർത്ഥം എന്താണ്? ദൈവം നമ്മോടുകൂടെ. അപ്പോൾ ദൈവം എപ്പോഴും നമ്മോടുകൂടെയാണ്. എന്നും അങ്ങനെയാണെങ്കിൽ ക്രിസ്മസാണ്. അങ്ങനെ ക്രിസ്മസ് വരുമ്പോൾ നാനാജാതി മതസ്ഥരിൽ സ്നേഹം നൽകാൻ, അവർക്കൊരു പ്രത്യാശ നൽകാൻ, അതായത് വളരെ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും കഴിയുന്ന ജനത്തിനാണ് ഒരു സദ്വാർത്ത വരുന്നത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഇനി ഈ സന്ദേശം ആദ്യം എത്തിക്കുന്നത് ആർക്കാണ്? ഈ മഞ്ഞുള്ള രാത്രികളിൽ ആടുകളെ സംരക്ഷിച്ചു വരുന്ന ആട്ടിടയന്മാർക്കാണ്. അവിടെയും നമ്മളൊരു എളിമയുടെ മനോഭാവമാണ് കാണുന്നത്. ഈ ആട്ടിടയന്മാർക്കാണ് ആദ്യത്തെ സന്ദേശം ലഭിക്കുക. അവർ ഈശോയുടെ അരികിലേക്ക് വരിക. അങ്ങനെ ക്രിസ്മസ് നമുക്ക് എല്ലാവർക്കും, പാവപ്പെട്ടവനായാലും പണക്കാരനായാലും, ക്രിസ്തു മതവിശ്വാസിയാണെങ്കിലും ഹൈന്ദവ മതവിശ്വാസിയാണെങ്കിലും ഇസ്ലാം മതവിശ്വാസിയാണെങ്കിലും എല്ലാവരിലും സ്നേഹം നൽകാൻ ഇന്ന് ക്രിസ്മസിൻ്റെ ഈ വരവറിയിക്കുമ്പോൾ നമ്മൾ ക്രിസ്മസിൻ്റെ ഏറ്റവും അടുത്തൊരുക്കത്തിലാണ്. എല്ലാവർക്കും ഇന്ന് ഉണ്ണീശോ നൽകുന്നൊരു സന്ദേശം: നിങ്ങൾ മറ്റുള്ളവർക്ക് സ്നേഹം നൽകുക, നിങ്ങൾ മറ്റുള്ളവരോട് നന്മ ചെയ്യുക. അതാണല്ലോ നമ്മുടെ മദർ തെരേസ പറയുന്നുണ്ട്, നിങ്ങൾ എല്ലായ്പ്പോഴും മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് നന്ദിയുള്ളവരാവുക. ഈ ക്രിസ്മസ് നമുക്കെല്ലാവർക്കും എളിമയോടെ നമ്മളെ തന്നെ താഴ്ത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ, അങ്ങനെ എല്ലാവരിലും സ്നേഹം വിതറുവാൻ നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഒരു ക്രിസ്മസിൻ്റെ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു.